പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ പാചകവാതക പ്രതിസന്ധിയിൽ ജനം വലിയുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. സംസ്ഥാനത്ത് പകുതിയോളം ഹോട്ടലുകൾ അടച്ചു. വാണിജ്യ സിലിണ്ടർ ലഭ്യത കുറഞ്ഞതോടെ ബദൽ മാർഗം തേടിയിരിക്കുകയാണ് ജനം. സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. LPG യിൽ നിന്ന് PNG മാറാനും ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വലിയ വിലയ്ക്ക് പാചകവാതകം വിൽക്കുന്നവർക്കെതിരെയും സർക്കാർ നടപടികൾ ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസി എന്നിവർ ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ജിബിൻ JB ചേരുന്നു. ജിബിൻ, സംസ്ഥാനത്ത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലാണ് വലിയ പ്രതിസന്ധി ഉള്ളത്. ഗാർഹിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ അത്രത്തോളം പ്രശ്നമില്ല. ആളുകൾക്കൊരു പരിഭ്രാന്തിയോടുകൂടി ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഹോട്ടലുകൾ അടയ്ക്കുന്നു. ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നഗരമേഖലകളിൽ വലിയ പ്രതിസന്ധിയിലാവുന്നു. കരിഞ്ചന്ത തടയാൻ സർക്കാർ വലിയ പരിശോധന ഒരു വശത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം കുറച്ചൊന്ന് മെച്ചപ്പെടുത്താനാവുമോ? എന്താണ് സാഹചര്യം? ഗോകുലൻ പ്രവിധ, ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും പക്ഷേ പലയിടത്തും ഈ വാണിജ്യ സിലിണ്ടർ മാത്രമല്ല ഗാർഹിക സിലിണ്ടർ പോലും ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്ന നമ്പറുകൾ പോലും എടുക്കാത്ത അവസ്ഥയാണുള്ളത്. അവിടെയും ഇതിൻ്റെ ലഭ്യത കുറഞ്ഞതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കരിഞ്ചന്തയുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസവും മന്ത്രി 24-നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് കരിഞ്ചന്ത ഈ പൂഴ്ത്തിവെച്ച് വിൽപ്പന, അതായത് മറിച്ച് ഈ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഗാർഹിക സിലിണ്ടറുകളും അതുപോലെ വാണിജ്യ സിലിണ്ടറുകളും കൈവശം വച്ച ശേഷം മറിച്ച് വിൽക്കുന്ന പരിപാടി അത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഈ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളെയാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, തട്ടുകടകളാണ്. ഈ അന്യനാട്ടിൽ നിന്ന് ഉപജീവന മാർഗത്തിനും അതുപോലെ പഠന ആവശ്യത്തിനുമായൊക്കെ തിരുവനന്തപുരം നഗരത്തിലേക്കൊക്കെ എത്തിയിരുന്നവർ പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ഈ ചെറിയ തട്ടുകടയും ഹോസ്റ്റൽ മെസ്സുകളെയൊക്കെയാണ്. പക്ഷേ ഈ സിലിണ്ടർ കിട്ടാതായതോടെ ഹോസ്റ്റൽ മെസ്സുകൾ ആകെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് ഇവർ ആശ്രയിച്ചിരുന്നത് സമീപത്ത് തന്നെയുള്ള ചെറിയ ഹോട്ടലുകളെയാണ്. പക്ഷേ അവിടെയും ഇപ്പോൾ മെനു വെട്ടിച്ചുരുക്കുകയും ഉള്ള ഭക്ഷണങ്ങൾക്ക് വില കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ. എന്തായാലും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പ്രത്യേക വിറകടുപ്പുകളിലേക്ക് മാറിയ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ബയോഗ്യാസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും നടന്നു വരികയാണ്. ഗോകുൽ, ശരി, ജിബിൻ JB ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കരിഞ്ചന്തയിൽ പൂഴ്ത്തിവെപ്പുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോട്ടലുകളുടെ പ്രവർത്തനം, ഒപ്പം തന്നെ മെസ്സുകളുടെ പ്രവർത്തനമൊക്കെ താളം തെറ്റുന്നു എന്നുള്ളതാണ്. അതിൽ സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആശാവഹമായ ഒരു വാർത്ത വരുന്നത് ഇറാൻ ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്നൊരു കപ്പൽ എത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ കപ്പൽ എത്തിച്ചേരുക? ഇതോടെ ഈ ഇന്ത്യയിലുള്ള ഒരു പ്രതിസന്ധി അത് എത്രത്തോളം പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കപ്പൽ കൊണ്ടാവില്ല, പക്ഷേ മറ്റ് കപ്പലുകൾക്കും സമാനമായ രീതിയിലുള്ള അനുമതി നൽകാനുള്ള സാഹചര്യമുണ്ടോ? ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിധ. ഈ ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇന്ത്യയുടെ 2 LPG കപ്പലുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. അത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് വലിയ തോതിലുള്ള ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ഇളവ് ഇന്ത്യൻ കപ്പലുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അതേസമയം രാജ്യത്ത് ഈ പാചകവാതകത്തിന്റെ പ്രതിസന്ധി അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും വാണിജ്യ LPG സിലിണ്ടറുകൾക്കാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിദിന അവലോകനത്തിന് ശേഷം അന്തർമന്ത്രാലയ സമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതിസന്ധി നേരിടുന്ന LPG ഉപഭോക്താക്കൾ PNG-യിലേക്ക്, പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറണം എന്ന ഒരു നിർദ്ദേശമാണ് പെട്രോളിയം മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ ആഭ്യന്തര LPG ഉൽപാദനം 30% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും നിലവിൽ ഇപ്പോൾ പ്രതിസന്ധിയില്ല. ഈ സിലിണ്ടറുകളുടെ എണ്ണം പോലും മുൻപ് ഈ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്തിരുന്ന അതേ എണ്ണം ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നുമുള്ള ഒരു നിലപാടാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. എന്നാൽ ആളുകൾ ആശങ്കയെ തുടർന്ന് കൂടുതൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ആരംഭിച്ചതാണ് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ള വിശദീകരണമാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റേത്. കൂടാതെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും
കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒഴിവാക്കുന്നതിനായി കർശനമായ നടപടികൾ എടുക്കും. അതിനാവശ്യമായ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നിലവിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഈ നിലവിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ക്ഷാമം നേരിടാതിരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മണ്ണെണ്ണയും ബയോമാസ്, കൽക്കരി അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിന് ഉള്ള നിയന്ത്രണങ്ങളോ മറ്റ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതിൽ ഇളവ് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കേന്ദ്രം. ശരി ബൽറാം, ഏതായാലും LPG കപ്പലുകൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അപ്പം എണ്ണ കപ്പലുകൾ വരുന്നത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകളെ വിടുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു എന്നത് നമുക്ക് ആശാവഹമാണ്. പക്ഷെ അതുകൊണ്ട് ആയോ വാണിജ്യ സിലിണ്ടറുകളുടെ ഈ പ്രതിസന്ധി തീരുമോ എന്നറിയില്ല. കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ലാൽ, ഇന്നലെ നമ്മൾ കണ്ടതാണ് സമൃദ്ധി അടക്കം കൊച്ചിയിൽ പാവം പിടിച്ച മനുഷ്യരുടെ ആശ്രയമായ പല കേന്ദ്രങ്ങളിലേക്കും അവിടെ പ്രതിസന്ധി എത്തുന്നു. അവർ വിറകിലേക്കൊക്കെ മാറുന്നുണ്ട്. പക്ഷേ എറണാകുളത്തെ സ്ഥിതി പല ഹോട്ടലുകളും അടച്ചു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും ഇവിടെ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ്. വീക്കെൻഡായി, എന്താണ് ഇനി സാഹചര്യം? എന്തെങ്കിലും നിലയിൽ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം കുറച്ചെങ്കിലും ഈ ഹോട്ടലുകൾക്കൊക്കെ ലഭ്യമാകുന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല ഗൂഗിൾ, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം തന്നെ അത്തരത്തിലല്ലല്ലോ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾക്കും അതോടൊപ്പം തന്നെ സ്കൂളുകൾക്കും പ്രാഥമിക പരിഗണന എന്നുള്ളതാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതോടൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ സർക്കാരിനെ സമീപിക്കുക എന്നൊരു തീരുമാനത്തിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് അവർക്കെല്ലാവർക്കും അടുപ്പ് എന്നൊരു രീതിയിലേക്ക് മാറേണ്ടത്, ഇപ്പോൾ നമ്മൾ സമൃദ്ധിയൊക്കെ കണ്ട പോലെ അടുപ്പിലേക്ക് പൂർണ്ണമായും മാറേണ്ട സ്ഥിതിയിലേക്ക് എത്തി. പക്ഷേ എറണാകുളം പോലുള്ള നഗരത്തിൽ അത് അടുപ്പ് എന്ന് പറയുന്നത് തീരെ പ്രായോഗികമല്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ MG റോഡിൽ അടക്കമുള്ള ഹോട്ടലുകൾക്ക് അടുപ്പ് വച്ചുകൊണ്ട് മുൻകൂട്ട് പാചകം ചെയ്തു പോകാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ പല ഹോട്ടലുകളുടെ അവസ്ഥ തന്നെയായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള 2-3 ഹോട്ടലുകളുണ്ട്. അവർക്ക് അവിടെ അതിനുള്ള സംവിധാനങ്ങൾ പോലുമില്ല. പിന്നെ വിറക് കിട്ടാനില്ല എന്നൊരു പ്രശ്നം പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറിയിച്ചത് 3 ദിവസം മാത്രം ശേഷിക്കുന്ന രീതിയിലാണ് നിലവിൽ അവരുടെ കയ്യിലുള്ള സംവിധാനം. ഒരു കുറ്റിയെങ്കിലും, ഒരു LPG ഗ്യാസെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ദുർഘടത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. മലയോര മേഖലകളിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലോ വിറകിനെ ആശ്രയിക്കാവുന്ന സാഹചര്യം പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ നഗരഹൃദയങ്ങളിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂർ, എറണാകുളം പോലുള്ള നഗരങ്ങളിലെല്ലാം തന്നെ ഇത് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അവരുടെ ഹോട്ടലിൻ്റെ സ്ട്രക്ചർ പോലും ആ രീതിയിലല്ല. മാത്രമല്ല, തൊടുപുഴ അടക്കമുള്ള നഗരങ്ങളിലാണെങ്കിൽ പോലും അവിടുത്തെ ഹോട്ടൽ ഉടമകൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അടുപ്പ് കിട്ടാനില്ല എന്നുള്ളതാണ്. വിറകടുപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ പലയിടങ്ങളിലും ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് പുതിയൊരു വ്യവസായ മാർഗത്തിലേക്ക് തുറക്കുന്നുണ്ടെങ്കിൽ പോലും അത് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല, അത് കിട്ടിയാൽ തന്നെ പാചകം ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനു വേണ്ടിയിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. വില അതിനനുസരിച്ച് കൂടുന്നുണ്ട്. സമൃദ്ധിയിൽ തന്നെ പറഞ്ഞത് ലോഡിന് 25,000 രൂപയുടെ അടുത്ത് വരെ, ടണ്ണിന് 25,000 രൂപയുടെ അടുത്ത് വരെ വില വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ പലയിടങ്ങളിൽ നിന്നും ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്ലൈവുഡിൻ്റെ എല്ലാം വേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം അവധിയാണ് 2 ദിവസം വരുന്നത്. അവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആളുകൾ കൊച്ചി നഗരത്തിലേക്ക് എത്തും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ജോലിക്കായി എത്തുന്നവർ, അവരെല്ലാം പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഹോട്ടലുകളെ തന്നെയാണ്. അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്ക് ഫുഡ് എത്തിക്കുന്ന സംവിധാനങ്ങൾ, കാറ്ററിംഗ് സംവിധാനങ്ങളെയാണ്. അവർക്കെല്ലാവർക്കും ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിസന്ധി ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ ഓർഡറുകൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, പഴയ ഓർഡറുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പെട്രോളിയം പ്രോഡക്റ്റുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡീസലിനും പെട്രോളിനും ക്ഷാമമില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതേസമയം ഗ്യാസിനുള്ള ക്ഷാമം മധ്യ കേരളത്തിൽ പൊതുവെ തുടരുന്നുണ്ട്. ശരി, ലാൽ കൃഷ്ണനാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. മധ്യകേരളത്തിലെ സ്ഥിതിയാണ് ലാൽ കൃഷ്ണൻ വിശദീകരിച്ചത്. ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അനീഷ് ദേവസിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ ഹോട്ടലുകളുടെ പ്രവർത്തനം ഏത് തരത്തിലാണെന്ന് ഇപ്പോൾ നമ്മളോട് ലാൽ കൃഷ്ണനും ഒപ്പം ജിബിൻ ജെബിയും ഒക്കെ വിശദീകരിച്ചു. തട്ടുകടകളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ചേളാരി പ്ലാന്റിൽ കൂടുതൽ വാതകം നിറയ്ക്കാനാകാത്തൊരു സാഹചര്യമൊക്കെ ഈ വടക്കൻ കേരളത്തിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ
ഇറാൻ ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷാവസ്ഥയെ തുടർന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന LPG ക്ഷാമത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ LPG ക്ഷാമം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടിയെന്ന് പറയുമ്പോഴും LPG ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയൊരു തട്ടുകടയിലാണ്. നമ്മളൊക്കെ സ്ഥിരം ആശ്രയിക്കുന്ന ഒരു കടയും കൂടെയാണ്. നമുക്ക് ആ കടയിലെ സുബ്രഹ്മണ്യൻ ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഒരു ക്ഷാമം എത്രമാത്രം രൂക്ഷമാണെന്ന്. സുബ്രഹ്മണ്യൻ ചേട്ടാ, എങ്ങനെയുണ്ട്? നമ്മളെ ബാധിച്ചോ? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എപ്പം വേണമെങ്കിലും ഈ ഒരു കുറച്ച് ഗ്യാസ് ഉണ്ട്, അത് തീർന്നാൽ അപ്പം അടയ്ക്കണം. ഇപ്പോൾ ചായ മാത്രമേ ഉള്ളൂ, മറ്റ് കടികളും പരിപാടിയൊന്നും ഉണ്ടാക്കുന്നില്ല. രൂക്ഷം തന്നെയാണ്. വീട്ടിൽ പോലും ഗ്യാസ് ഇല്ല. ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞ പിന്നെ ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഇപ്പം പോയി കാണും ബുക്ക് ചെയ്യും. ഇപ്പം പിന്നെ കിട്ടാനില്ല. ഇപ്പോൾ 21 ദിവസം 30 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കിട്ടാനില്ല. നിലവിൽ നമ്മുടെ ചെറുകടികളുടെയൊക്കെ എണ്ണം കുറച്ചോ? കുറച്ച് ഇപ്പം പരിപാടി ഇല്ല. ഇപ്പം ചായ മാത്രമേ കൊടുക്കുന്നത്, ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് ഫ്ലാസ്കിലാണ് ഉണ്ടാക്കുന്നത്. സമാവർ ഒഴിവാക്കിയിട്ട് ഫ്ലാസ്കിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നിലവിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വല്ലതും സ്റ്റോക്ക് ഇരിപ്പുണ്ടോ പിടിച്ചു വെക്കാൻ? ഇല്ല, ഇനി കുറച്ച് ബാക്കി ഉണ്ടാവും. അതിനകത്ത് അത് കഴിഞ്ഞാൽ കട അടയ്ക്കണം. കടയടച്ചാൽ എന്ത് ചെയ്യും? മറ്റു തൊഴിൽ നോക്കേണ്ടി വരുമോ? അത് പിന്നെ എന്തെങ്കിലും പരിപാടി നോക്കേണ്ടി ഇത് നോക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴെന്ത് നമ്മൾ പരിപാടിയിലുള്ളതല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പ്രവിത ഗോകുൽ, ഏതായാലും അദ്ദേഹം സുബ്രഹ്മണ്യൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഇന്നൊരു ദിവസം കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സിലിണ്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നാളെ മിക്കവാറും ആ കട പൂട്ടേണ്ടി വരുമെന്നൊരു സ്ഥിതിയാണ് അദ്ദേഹവും പറയുന്നത്. കോഴിക്കോട് മേഖലയിൽ, കോഴിക്കോട് മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ നിലവിലുള്ള ഒരു സിലിണ്ടർ ഉപയോഗിച്ചാണ് നിലവിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇത് എത്ര ദിവസം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ യുദ്ധം കിലോമീറ്ററുകൾക്കകലെയാണ് യുദ്ധം നടക്കുന്നതെങ്കിലും അതിൻ്റെ കെടുതികൾ ഇങ്ങ് കൊച്ചു കേരളത്തിലെ ഈ കോഴിക്കോടും എത്തി എന്നുള്ളതാണ്. തീർച്ചയായും അനീഷ്, അത് എല്ലായിടത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മളെ യുദ്ധം ബാധിച്ചത്. ഈ കോഴിക്കോട് എന്ന് പറഞ്ഞ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. എപ്പോഴും പറയും പോലും എത്ര വെറൈറ്റി ഭക്ഷണമുള്ള ഒരു സ്ഥലം. ഈ നോമ്പ് തുറക്കുന്ന ഒരു സമയം ആണ് വൈകുന്നേരമൊക്കെ നോമ്പ് തുറ. വിഭവങ്ങളില്ല, നോമ്പ് തുറ വിഭവങ്ങളെല്ലാം മിനിമം ഒരു ചായയുടെ കൂടെ ഒരു പത്തിരി പോലും കഴിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വാതകം അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു, കപ്പലിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോഴും വാണിജ്യ സിലിണ്ടറുകളുടെ ഒരു വിതരണത്തിലേക്ക് കൂടി അതിനൊരു പ്രയോറിറ്റി വന്നെങ്കിൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ കഷ്ടമാണ് അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.